ഹർഷൻ വർമ്മയുടെ ഓഫീസ് ചേംബർ. ഒരു വലിയ മേശയ്ക്ക് ഇരുവശങ്ങളിലായി ഹർഷനും മീരയും ഇരിക്കുന്നു. കട്ടിയുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് അവരുടെ നടുവിലുണ്ട്. ഗ്ലാസ് ജനലിലൂടെ നഗരത്തിന്റെ തിരക്ക് കാണാം. ഹർഷന്റെ മുഖം ഗൗരവഭാവത്തിലാണ്. മീരയുടെ മുഖത്ത് ആശങ്കയും തീരുമാനമെടുത്തതിന്റെ ദൃഢതയുമുണ്ട്. നിയമോപദേഷ്ടാവായ അഡ്വക്കേറ്റ് ജോസഫ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ വായിച്ചു തീർക്കുന്നു. അഡ്വക്കേറ്റ് ജോസഫ്, അവസാനമായി ഈ കരാർ 1 വർഷത്തേക്കാണ് പ്രാബല്യത്തിൽ വരുന്നത്. 1 വർഷം പൂർത്തിയാകുമ്പോൾ പരസ്പരം യാതൊരുവിധ സാമ്പത്തിക ബാധ്യതകളുമില്ലാതെ ഇരുവരും നിയമപരമായി വേർപിരിയുന്നതാണ്. ഈ കരാറിന് വിരുദ്ധമായി ഇരുവരും തമ്മിൽ വൈകാരിക അടുപ്പം സ്ഥാപിക്കാൻ പാടില്ല. മനസ്സിലായോ മിസ് മീര മേനോൻ? മീര തലയാട്ടി. മീര: മനസ്സിലായി സാർ. എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനുള്ള പണം അത് വിവാഹം ശേഷം ഉടൻ തന്നെ കൈമാറണം. ഹർഷൻ മുന്നിലിരുന്ന ഫയലിൽ നിന്ന് ഒരു ചെക്ക് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഹർഷൻ: ഈ കരാറിൽ ഒപ്പിടുന്ന നിമിഷം ചെക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് വെറുമൊരു ബിസിനസ് ഡീൽ മാത്രമാണ് മീര. എൻ്റെ കമ്പനിക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ഒരു നിക്ഷേപം. ഇതിൽ വികാരങ്ങൾക്ക് സ്ഥാനമില്ല. മീര ചെറുതായി ചിരിച്ചു. ആ ചിരിയിൽ വേദനയുണ്ടായിരുന്നു. വികാരങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം മിസ്റ്റർ ഹർഷൻ. എനിക്കിതിൽ ഒപ്പിടേണ്ടത് എൻ്റെ ആവശ്യമാണ്. ഒരു കടലാസിൽ ഒപ്പിടുന്നതിലൂടെ എൻ്റെ കുടുംബം രക്ഷപ്പെടുമെങ്കിൽ അതാണ് എനിക്ക് പ്രധാനം. അവൾ പേനയെടുത്തു. ഒപ്പിടുന്നതിന് മുൻപ് അവളുടെ കൈകൾ വിറച്ചു. അവൾ കണ്ണിറുക്കി അടച്ച് വിറയ്ക്കുന്ന കൈകൊണ്ട് മീര മേനോൻ എന്ന് കുറിച്ചു. പേന താഴെ വെച്ച് അവൾ കണ്ണു തുറന്നപ്പോൾ ഹർഷൻ കരാറിൻ്റെ കോപ്പി വാങ്ങി. യാതൊരു മടിയുമില്ലാതെ തൻ്റെ ഒപ്പിട്ടു. ഹർഷൻ ചെക്ക് അവളുടെ നേർക്ക് നീട്ടി. ഡീൽ ക്ലോസറ്റ്. ഇന്നു മുതൽ നിങ്ങൾ എൻ്റെ ഭാര്യയാണ്. ലോകത്തിനു മുന്നിൽ മാത്രം. മീര ആ ചെക്ക് വാങ്ങി ബാഗിലിട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ വലിയ തുക ഒരു ആശ്വാസമായി തോന്നിയെങ്കിലും ഒരു ഭാര്യയുടെ സ്ഥാനത്തേക്ക് വെറും ഒരു കരാർ ജീവനക്കാരിയായി കയറിയിരിക്കുന്നതിൻ്റെ വേദന അവളെ അലട്ടി. ഹർഷന്റെ വീട്ടിലെ കിടപ്പുമുറി. വിവാഹം കഴിഞ്ഞിട്ട് 3 മാസങ്ങൾ. അവർ ഒരു വീട്ടിൽ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ അപരിചിതരെ പോലെ ജീവിക്കുന്നു. ഹർഷൻ രാത്രി വൈകിയാണ് എത്തുന്നത്. മീരയുടെ മുറി താഴെയും ഹർഷൻ്റേത് മുകളിലുമാണ്. അന്ന് കനത്ത മഴയായിരുന്നു. രാത്രി 1 മണി കഴിഞ്ഞപ്പോൾ മീര ഒരലർച്ച കേട്ട് ഞെട്ടി ഉണർന്നു. ശബ്ദം മുകളിലെ മുറിയിൽ നിന്നാണ്. അവൾ പേടിയോടെ മുകളിലേക്ക് ചെന്നു. ഹർഷൻ ബെഡിൽ ചുരുണ്ടു കിടക്കുന്നു. ശരീരത്തിൽ തീവ്രമായ പനിയുണ്ട്. അയാൾ എന്തോ പിറുപിറുക്കുന്നുണ്ട്. മീര ഉടൻ തന്നെ അടുത്തുള്ള സ്റ്റഡി ടേബിളിൽ ഇരുന്ന് ടെലിഫോണിൽ ഡോക്ടറെ വിളിച്ചു. മീര പകപ്പോടെ: എന്തു പനിയാണിത്? അദ്ദേഹത്തിന് തീരെ വയ്യല്ലോ. നിയമമനുസരിച്ച് അവൾക്ക് ഇടപെടാൻ പാടില്ല. പരസ്പരം ഇടപെടരുത് എന്ന കരാറിലെ വാക്ക് അവളുടെ മനസ്സിൽ മുഴങ്ങി. പക്ഷേ മുന്നിൽ കഠിനമായ രോഗത്താൽ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അവൾ നിയമത്തെ മറികടന്ന് തണുത്ത വെള്ളത്തിൽ ഒരു തുണി നനച്ച് പിഴിഞ്ഞ് മീര ഹർഷന്റെ നെറ്റിയിൽ വെച്ചു. ഹർഷൻ ഞരങ്ങി. ഹർഷൻ പിച്ചും പെയ്യും പറയുന്നത് പോലെ: അച്ഛാ, ഞാൻ ഒറ്റയ്ക്കാണ്. ആ വാക്കുകൾ മീരയെ വേദനിപ്പിച്ചു. കഠിനമെന്ന് തോന്നുന്ന ഹർഷന്റെ ഉള്ളിൽ ഒരു കുട്ടി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. അവൾ പതിയെ തലോടി. സാരമില്ല, ഒന്നും പേടിക്കാനില്ല, ഞാനിവിടെയുണ്ട്. രാത്രി മുഴുവൻ അവൾ ഹർഷന്റെ അരികിലിരുന്നു. മരുന്ന് കൊടുത്തു, തുണി മാറ്റിയിട്ടു. പ്രഭാതമായി പനി കുറഞ്ഞപ്പോൾ ഹർഷൻ പതിയെ കണ്ണു തുറന്നു. ക്ഷീണത്തോടെ: മീര, നിങ്ങൾ ഇവിടെ? നിങ്ങൾക്ക് തീരെ വയ്യായിരുന്നു. പേടിക്കണ്ട, ഡോക്ടർ ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ട്. നന്നായി വിശ്രമിക്കണം. ഹർഷൻ ഒന്നും പറയാതെ മീരയെ നോക്കി. ആ നോട്ടത്തിൽ ആദ്യമായി അവൾ ഒരു തരം നന്ദിയും ആശ്വാസവും കണ്ടു. ഹർഷൻ: നന്ദി? ഇതിനൊന്നും നന്ദിയുടെ ആവശ്യമില്ല. കരാറിലില്ലാത്ത ചില കാര്യങ്ങളും മനുഷ്യന് ചെയ്യാൻ സാധിക്കുമല്ലോ, അല്ലേ? മീരയുടെ ആ വാക്കുകൾ ഹർഷന്റെ മനസ്സിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിച്ചു. കരാർ എന്ന കട്ടിയുള്ള മതിലിൽ ഒരു ചെറിയ വിള്ളൽ വീണിരുന്നു. രാത്രി സമയം. ഹർഷൻ സാധാരണയായി ഈ സമയം ലാപ്ടോപ്പിൽ മുഴുകിയിരിക്കുകയോ അല്ലെങ്കിൽ താഴെയുള്ള ജിമ്മിൽ സമയം ചിലവഴിക്കുകയോ ആണ് പതിവ്. എന്നാൽ ഇന്ന് എന്തോ കാരണം കൊണ്ട് അയാൾ ലൈബ്രറിയിലെ കസേരയിലിരുന്ന് ഒരു പഴയ നോവൽ മറിച്ചു നോക്കുകയായിരുന്നു. അതേസമയം താഴത്തെ നിലയിലെ താമസക്കാരിയാണെങ്കിലും പുസ്തകങ്ങളെ ഏറെ സ്നേഹിക്കുന്ന മീര ഒരു പുതിയ പുസ്തകം എടുക്കാനായി ലൈബ്രറിയിലേക്കെത്തി. ഹർഷനെ അവിടെ കണ്ടപ്പോൾ അവൾ അമ്പരന്നു. സോറി മിസ്റ്റർ ഹർഷൻ, ഞാനൊരു പുസ്തകം എടുക്കാൻ വന്നതാണ്. നിങ്ങൾ ഇതിന് എന്നോട് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല മീര. ഈ വീട് നിങ്ങൾക്കും ഉപയോഗിക്കാം. ഹർഷൻ വായിച്ചിരുന്ന പുസ്തകം കണ്ട് മീരയുടെ കൗതുകം വർദ്ധിച്ചു. അത് പ്രശസ്തനായ ഒരു കവിയുടെ കവിതാ സമാഹാരമായിരുന്നു. ആ കവിതകൾ
നിങ്ങൾക്കിഷ്ടമാണോ? ഹർഷൻ പുസ്തകം മെല്ലെ അടച്ചു. സാധാരണ കർക്കശമായി സംസാരിക്കുന്ന ആ ബിസിനസ്സുകാരനിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭാവം ആ മുഖത്ത് നിഴലിച്ചു. പണ്ട് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി വായിച്ചതാണ്. ബിസിനസ് ലോകം കവിതകളേക്കാൾ പ്രായോഗികമാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. എങ്കിലും ചിലപ്പോൾ ഈ താളുകൾക്കുമുണ്ട് അതിൻ്റേതായ ആശ്വാസം. മീര പതിയെ അടുത്തുള്ള കസേരയിലിരുന്നു. മീര: ഞാൻ കുട്ടിക്കാലം മുതലേ സ്വപ്നം കാണാറുണ്ട്, ഇത്രയും വലിയൊരു പുസ്തക ശേഖരം സ്വന്തമാക്കണമെന്ന്. എൻ്റെ വീട്ടിൽ ഒരു അലമാര മാത്രമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കിതൊരു സ്വപ്നമായിരുന്നു അല്ലേ? എനിക്കിത് എൻ്റെ മുത്തച്ഛൻ്റെ ഓർമ്മയാണ്. അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നത് ഈ പുസ്തകങ്ങളിലൂടെയാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മീരയ്ക്ക് ഹർഷൻ്റെ വാക്കുകളിലെ ഏകാന്തത മനസ്സിലായി. പണവും പ്രശസ്തിയും ഉണ്ടെങ്കിലും ഈ വലിയ വീട്ടിൽ അയാൾ തനിച്ചാണ്. ഒരു നിമിഷം അവൾ കരാറിനെക്കുറിച്ചോർത്തു. പരസ്പരം ഇടപെടരുത് എന്ന നിയമം. എന്നാൽ അവർ തമ്മിൽ സംസാരിക്കുന്നത് അവരുടെ ഇഷ്ടങ്ങളെക്കുറിച്ചാണ്. ഒരു സൗഹൃദമാണ് അവിടെ രൂപപ്പെടുന്നത്. മീര: ചില ഓർമ്മകൾ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ കൂടുതൽ അടുത്തു വരും. അതെ, ഈ തിരക്കിനിടയിൽ ചിലപ്പോൾ ഞാൻ ആരായിരുന്നു എന്ന് പോലും ഞാൻ മറന്നു പോകുന്നു. എല്ലായിടത്തും കോൺട്രാക്റ്റുകളും ഡീലുകളും ലാഭക്കണക്കുകളും മാത്രം. ഒരു യന്ത്രം പോലെയാണ് ജീവിതം. ആ രാത്രി അവർ പുസ്തകങ്ങളെക്കുറിച്ചും കുട്ടിക്കാലത്തെ ഇഷ്ടങ്ങളെക്കുറിച്ചും കൂടുതൽ സംസാരിച്ചു. അത് ഹർഷൻ എന്ന കടുപ്പക്കാരൻ്റെ പുറംചട്ടയ്ക്കുള്ളിലെ മൃദുവായ മനുഷ്യനെ മീരയ്ക്ക് കാണിച്ചു കൊടുത്തു. ഹർഷനാകട്ടെ മീരയുടെ നിഷ്കളങ്കമായ കാഴ്ചപ്പാടുകൾ തൻ്റെ ജീവിതത്തിലെ പിരിമുറുക്കങ്ങൾക്ക് ഒരു ശമനം നൽകുന്നതായി തോന്നി. സംഭാഷണം അവസാനിക്കാറായപ്പോൾ ഹർഷൻ പതിയെ പുസ്തകം അടച്ച് എഴുന്നേറ്റു. താങ്ക്സ് മീര, ഇന്ന് സംസാരിക്കാൻ ഒരാളുണ്ടായത് നന്നായി. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കിവിടെ വരാം. പക്ഷേ പുസ്തകങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുക. ഹർഷൻ്റെ വാക്കുകളിലെ പക്ഷേ എന്ന വാക്ക് ഇപ്പോഴും നിലനിൽക്കുന്ന കരാറിൻ്റെ അതിർവരമ്പിനെ സൂചിപ്പിച്ചു. അവരുടെ സൗഹൃദം ആ അതിർവരമ്പിൽ തട്ടി നിൽക്കുകയാണെന്ന് മീര തിരിച്ചറിഞ്ഞു. തീർച്ചയായും മിസ്റ്റർ ഹർഷൻ, നല്ല രാത്രി. പുസ്തകങ്ങൾക്കിടയിലെ ആ സംഭാഷണം നിയമബന്ധനത്തിന് മുകളിൽ രൂപപ്പെട്ട അവരുടെ സൗഹൃദത്തിൻ്റെ ആദ്യത്തെ ശക്തമായ അടിത്തറയായിരുന്നു. ഹർഷൻ്റെ കമ്പനി നൽകുന്ന വാർഷിക ജീവകാരുണ്യ ഗാല ഡിന്നർ. ഹർഷൻ്റെ കയ്യിൽ കൈയോർത്ത് മീര ആഡംബരപൂർണമായ ഹാളിലേക്ക് നടന്നു. മീരയുടെ ലാളിത്യമാർന്ന സൗന്ദര്യം അവൾ ധരിച്ച സിൽക്ക് സാരിയിൽ കൂടുതൽ തിളങ്ങി. അവൾ ഹർഷൻ്റെ ലോകത്തിലെ ഒരു അപൂർവ വ്യക്തിയായി അവിടെ നിന്നു. ഹർഷൻ സാധാരണയായി ഗൗരവത്തോടെ മാത്രം ഇടപഴകുന്ന വ്യക്തിയാണ്. എന്നാൽ ഇന്ന് മീരയുടെ സാമീപ്യം കാരണം അയാളുടെ മുഖത്ത് അപൂർവമായ ഒരു ശാന്തതയുണ്ടായിരുന്നു. അവർ പലരുമായും സംസാരിച്ചു. മീര വളരെ സൗഹൃദപരമായി പെരുമാറുകയും സംസാരിക്കുകയും ഓരോരുത്തരോട് സ്നേഹത്തോടെ പ്രതികരിക്കുകയും ചെയ്തു. ഹർഷൻ അവൾക്കു അടുത്തുനിന്ന് അവളുടെ സംഭാഷണങ്ങളെ ശ്രദ്ധിച്ചു. മീരയുടെ വാക്കുകൾ അയാൾക്കൊരു പുതിയ അനുഭവമായിരുന്നു. സംസാരിക്കുന്നതിനിടയിൽ ഹർഷൻ്റെ അടുത്ത സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ വിവേക് അവരെ സമീപിച്ചു. വിവേക്: ഹർഷൻ, നീ തീർച്ചയായും ഒരു ഭാഗ്യവാനാണ്. വിവാഹം നിന്നെ ഒരുപാട് മാറ്റി. പഴയതിനേക്കാൾ സന്തോഷവാനായി കാണുന്നു. ഹർഷൻ പുഞ്ചിരിച്ചു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. മീരയുടെ മുഖത്ത് ഒരു നേരിയ ചുവപ്പ് പടർന്നു. മീര, ഹർഷൻ്റെ കർക്കശ സ്വഭാവം കുറയ്ക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അവൻ എപ്പോഴും ജോലിയിൽ മാത്രം മുഴുകിയിരുന്ന ഒരു യന്ത്രമായിരുന്നു. മീര ചിരിയോടെ ഹർഷനെ നോക്കി. അവരുടെ കണ്ണുകൾ ഇടഞ്ഞു. ആ നോട്ടത്തിൽ അവർക്കിടയിൽ വളർന്നു വന്ന സൗഹൃദത്തിനപ്പുറമുള്ള നിർവചിക്കാനാവാത്ത ഒരു അടുപ്പമുണ്ടായിരുന്നു. അതേസമയം ഹർഷൻ്റെ ബിസിനസ് എതിരാളിയും മുൻ ട്രസ്റ്റി അംഗവുമായ രാംമോഹൻ അവരെ സമീപിച്ചു. വർമ്മ, നിങ്ങളുടെ സന്തോഷം കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. ട്രസ്റ്റ് ചെയർമാൻ സ്ഥാനം നിലനിർത്താൻ വേണ്ടി വെറും 1 വർഷത്തെ കരാർ മാത്രമാണെന്ന കാര്യം നിങ്ങൾ മറന്നോ? ഈ സന്തോഷം അധികകാലം ഉണ്ടാകില്ല അല്ലേ? രാംമോഹൻ്റെ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെയായിരുന്നു. ഹർഷൻ്റെ മുഖത്ത് സന്തോഷം പെട്ടെന്ന് മാഞ്ഞു. മീരയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. പുറം ലോകം അറിയരുതെന്ന് അവർ ഉറപ്പിച്ച രഹസ്യം രാംമോഹൻ വളരെ നിസ്സാരമായി പരസ്യമാക്കിയിരിക്കുന്നു. ഹർഷൻ കോപം കടിച്ചമർത്തി. രാംമോഹൻ, ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതം എപ്പോഴാണ് എങ്ങനെ ജീവിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന നിങ്ങളല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഹർഷൻ കയ്യിൽ പിടിച്ച് ശക്തിയായി വലിച്ചപ്പോൾ മീര വേദനയോടെ അയാളെ നോക്കി. കരാറിലെ വാക്കുകൾ 1 വർഷം പൂർത്തിയാകുമ്പോൾ ഇരുവരും വേർപിരിയേണ്ടവരാണെന്ന് അവളുടെ മനസ്സിനെ ഓർമ്മിപ്പിച്ചു.
താൻ അറിയാതെ വളർന്നു വന്ന ആ വൈകാരിക അടുപ്പത്തെ കരാറിലെ നിയമങ്ങൾ തകർത്തെറിയുന്നത് അവൾക്ക് സഹിക്കാനായില്ല. ഹർഷൻ മീരയും കൂട്ടി ആളുകൾക്കിടയിൽ നിന്നും വേഗത്തിൽ പുറത്തേക്ക് നടന്നു. മീര, മിസ്റ്റർ ഹർഷൻ, നിങ്ങൾ എന്തിനാണ് എന്നെ വേദനിപ്പിച്ചത്? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? കാറിനടുത്തെത്തിയപ്പോൾ ഹർഷൻ അവളെ വിട്ടുനിന്നു. അയാളുടെ കണ്ണുകളിൽ കോപവും നിസ്സഹായതയും നിറഞ്ഞിരുന്നു. കരാർ മീര, നമുക്ക് പരസ്പരം വികാരങ്ങളില്ല. ഇത് വെറും ഒരു വർഷത്തേക്ക് മാത്രമുള്ള ഒരു നിയമമാണ്. നിങ്ങൾ എന്നെ അടുപ്പിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ ഓർക്കണം, ഇത് വെറും അഭിനയമാണ്. ഈ ബന്ധനത്തിനൊരു കാലാവധിയുണ്ട്. മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താനും ഹർഷനും തമ്മിലുള്ള ബന്ധം വെറും ഒരു കടലാസ് ബന്ധനം മാത്രമാണെന്ന് അയാൾ തന്നെ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അവൾ തകർന്നുപോയി. നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ എളുപ്പമാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിലെത്തിയ ഒരു പെൺകുട്ടിയെ നിങ്ങൾ വീണ്ടും നിയമം പറഞ്ഞ് മാറ്റി നിർത്തേണ്ടതുണ്ടോ? മീര ദുഃഖത്തോടെ കാറിൽ കയറി. ഹർഷൻ നിസ്സഹായനായി അവളെ നോക്കി നിന്നു. അയാളുടെ ഹൃദയം വേദനിച്ചു. പക്ഷേ തൻ്റെ കടുപ്പമേറിയ നിയമങ്ങളാണ് തങ്ങളെ ഒരുമിപ്പിച്ചത്. നിയമം തന്നെ തങ്ങളെ അകറ്റണമെന്നും അയാൾ വിശ്വസിച്ചു. ഹർഷന്റെ സ്വീകരണമുറി. രാംമോഹന്റെ വെളിപ്പെടുത്തലിന് ശേഷം മീര ഹർഷനിൽ നിന്ന് പൂർണ്ണമായും അകലം പാലിക്കാൻ തുടങ്ങിയിരുന്നു. കരാർ കാലാവധി പൂർത്തിയാകാൻ ഇനി വെറും 2 ആഴ്ച മാത്രം. കരാർ ഒപ്പിട്ട സമയത്ത് നൽകിയതുപോലെ വീണ്ടും ഒരു വലിയ തുകയുടെ ചെക്ക് മീരയുടെ മുറിയിലെ മേശപ്പുറത്ത് ഹർഷൻ വെച്ചു. വേർപിരിയുന്നതിനെക്കുറിച്ചുള്ള നിയമപരമായ നോട്ടീസും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. മീര ആ ചെക്കും നോട്ടീസും കണ്ടു. അവളുടെ കണ്ണുകൾ നിരാശയിൽ നിറഞ്ഞു. ഹർഷൻ ഇപ്പോഴും നിയമങ്ങൾക്കപ്പുറം ഒന്നും കാണുന്നില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ ചെക്കുമായി നേരെ ഹർഷന്റെ അടുത്തേക്ക് ചെന്നു. അയാൾ അപ്പോഴും ലാപ്ടോപ്പിൽ മുഴുകിയിരിക്കുകയായിരുന്നു. മീര ശാന്തമായി എന്നാൽ ദൃഢമായി, ഇതെനിക്ക് വേണ്ട മിസ്റ്റർ ഹർഷൻ. ഹർഷൻ ലാപ്ടോപ്പ് അടച്ചു. മീരയെ നോക്കി. എന്താണ് മീര? കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഇത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുള്ള തുകയാണിത്. സാമ്പത്തിക സുരക്ഷ എനിക്ക് മതിയായി. ഞാൻ ആദ്യമായി ഈ കരാറിന് സമ്മതിച്ചത് പണത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ പണത്തേക്കാൾ വിലയുള്ള ചിലതുണ്ടെന്ന്. നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ച ആ നിയമം. അവൾ ആ നിയമപരമായ നോട്ടീസ് മേശപ്പുറത്തേക്ക് എറിഞ്ഞു. ആ നിയമം എൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ രോഗിയായി കിടന്നപ്പോൾ നിയമത്തെക്കുറിച്ച് ഓർക്കാതെ ഞാൻ ശുശ്രൂഷിച്ചു. ലൈബ്രറിയിൽ വെച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു സുഹൃത്തിനെ കണ്ടു. നിങ്ങൾ എൻ്റെ ലോകം തകർത്തു. മീരയുടെ വാക്കുകൾ ഹർഷൻ്റെ ഹൃദയത്തിൽ തറച്ചു. അയാളുടെ മുഖത്തെ ഗൗരവം അലിഞ്ഞുപോയി. ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് മീരയുടെ അടുത്തേക്ക് വന്നു. ഞാനാണെല്ലാം തകർത്തത്. മീര, നിങ്ങൾക്കൊരു വിഷമമുണ്ടാക്കിയതിൽ എന്നോട് ക്ഷമിക്കണം. കരാർ അവസാനിക്കുമ്പോൾ നിങ്ങൾ സന്തോഷവതിയായി പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങി മീര. നിയമങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. എന്നാൽ നിങ്ങളുമായുള്ള ഈ സഹവാസം എൻ്റെ മനസ്സിനെ മാറ്റിമറിച്ചു. നിങ്ങളില്ലാത്തൊരു ലോകം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിയമങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിച്ചത്. എനിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു എന്ന സത്യത്തെ ഭയന്നിട്ടാണ് ഞാൻ നിങ്ങളെ അകറ്റാൻ ശ്രമിച്ചത്. മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളായിരുന്നു അത്. നിങ്ങൾ എന്നെ അകറ്റാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് വേദനിച്ചു. നിയമത്തിൻ്റെ പേര് പറഞ്ഞ് എന്നെ ഒരു അപരിചിതയെപ്പോലെ കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഹർഷൻ പതിയെ മേശപ്പുറത്ത് വെച്ചിരുന്ന ചെക്ക് നോട്ടീസുകളും എടുത്തു. എന്നിട്ട് തൻ്റെ മുന്നിലിരുന്ന് തീപ്പെട്ടി എടുത്ത് ഒരൊറ്റ നിമിഷം കൊണ്ട് ആ നിയമപരമായ രേഖകളെല്ലാം കത്തിച്ചു. ഇനി നമ്മുടെ ബന്ധത്തിൽ നിയമങ്ങളില്ല മീര. എല്ലാം കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. ട്രസ്റ്റ് ചെയർമാൻ സ്ഥാനം എനിക്ക് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ വയ്യ. ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. വെറും കരാർ ഭാര്യയായിട്ടല്ല, എൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ പങ്കാളിയായി, എൻ്റെ പ്രണയിനിയായി നിങ്ങളിവിടെ തുടരണം. ആദ്യമായി ഹർഷൻ തൻ്റെ ഔദ്യോഗിക മുഖം മാറ്റി പൂർണ്ണമായും ഹൃദയം തുറന്നു സംസാരിച്ചു. മീര നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി. കരാറിൻ്റെ ചാരങ്ങൾ കാറ്റിൽ പറന്നുപോയി. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കരാർ കത്തിച്ചതിന് നന്ദി മിസ്റ്റർ ഹർഷൻ. ഇനി ഞാൻ പോവില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഹർഷൻ സന്തോഷത്തോടെ മീരയെ വാരിപ്പുണർന്നു. നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിൽ തുടങ്ങിയ ഒരു ബന്ധം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ശുദ്ധമായ പ്രണയമായി പൂവണിയുകയായിരുന്നു.